അപ്പോൾ എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഫൺ കൊളാബ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കൊളാബ് ചെയ്യുന്നത് നമ്മുടെ മിടുക്കീസ് വേൾഡ് വിത്ത് മീ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലായിട്ടാണ് കൊളാബ് ചെയ്യുന്നത്. ഇതൊരു ലിപ്സ്റ്റിക് ചാലഞ്ചാണ്. ചാലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് മാത്രം വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഐലൈനർ, ഹൈലൈറ്റർ, കോൺടൂറിങ്, ഐബ്രോസ് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ബേസ് മാത്രം മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. അപ്പം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. എന്താവും എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആര്യയുടെ ചാനലിനെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയാം. ബ്യൂട്ടി റിലേറ്റഡ്, അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള അപ്ഡേറ്റ്സ്, സീരിയൽ രംഗത്തുള്ള അപ്ഡേറ്റ്സ്, അങ്ങനെ വ്ളോഗ് ടൈപ്പ് എല്ലാ തരം വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാവും, കൊളാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പൊട്ട് ഊരി വയ്ക്കുന്നുണ്ട്. ദെൻ നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഞാൻ ആദ്യം എടുത്തത് ഈ റീസെൻ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഈ ഒരു ലിപ് ലൈനറാണ്. ആക്ച്വലി ഇത് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നന്നായിട്ട് ഐബ്രോ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്നുള്ള കാര്യം. ഒരു ബ്രൗൺ കളറാണ്, പക്ഷെ ഇതിനൊരു ഷിമറി ഷെയ്ഡ് ഉണ്ട്, അതാണൊരു പ്രശ്നമുള്ളത്. എങ്കിലും നമുക്കൊരു അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട്. എൻ്റെതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ട് കാണുന്ന കാരണം കൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ബ്രൗൺ വന്നാലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള എഫക്റ്റൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് എടുത്ത് കാണിക്കാവുന്ന രീതിയിൽ അങ്ങനെയൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഐബ്രോ അങ്ങനെ ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമാണ് കറക്റ്റ് ആ ഒരു ബ്രൗൺ കളർ കാണുന്നുള്ളൂ കേട്ടോ. അല്ലാത്ത സൈഡിൽ അങ്ങനെ കാണില്ല. നേരിട്ട് കാണുമ്പോഴും അല്ലാത്ത അങ്ങ് വൃത്തികേടൊന്നുമില്ല. ഞാൻ കണ്ണെഴുതാൻ പോവാണ്. കണ്ണെഴുതാനായിട്ട് ഞാൻ ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ നമ്മുടെ റൺവേ മിലീസിലെ ലിപ്സ്റ്റിക്കുകളാണ് എടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഈ ഒരു റെഡ് കളർ എടുത്തിട്ട് ഞാൻ കണ്ണെഴുതുകയാണ്. നല്ലൊരു റെഡ് കളറാണ്, കണ്ണ് വീങ്ങിയ പോലെ തോന്നും കാണുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ച് എഴുതി. പിന്നെ എനിക്കൊരു പ്രിസൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ച് എഴുതി. പ്രിസൈസായിട്ടല്ല, എല്ലായിടത്തേക്കും പരത്താൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് അതേ സെയിം കളറിലുള്ള ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ നമ്മുടെ ഐ ഷാഡോ ആയിട്ട് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ വല്ലാത്ത വൃത്തികേടായിട്ടൊന്നും തോന്നുന്നില്ല. മീൻസ് ഐ ഷാഡോ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളറാണിത്. അപ്പോൾ ഞാൻ ഭയങ്കര ഡാർക്കനായിട്ടൊന്നും കൊടുക്കുന്നില്ല, എന്നാലും അത്യാവശ്യം കളറിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഔട്ടർ കോർണറിൽ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഞാനൊരു റോസ് കളർ എടുക്കുന്നുണ്ട്. മറ്റേ കണ്ടോ, ഈ ഒരു റോസ് കളറാണ് എടുക്കുന്നത്. അത് ചുമ്മാ ഒരു ഡിഫറൻറ്റിന് എടുത്തു എന്നുള്ളൂ. ഇത് നല്ല ലൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത്, അത്ര ഡാർക്കനായിട്ടൊന്നും കാണില്ല. ഞാൻ അത്ര കോമാളി പോലെ ആക്കിയിട്ടില്ല. എൻ്റെ ഈ റെഡ്, പിങ്ക് പോലത്തെ കളറുകളുള്ളൂ, കൂടുതൽ കളക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് കണ്ണ് പക്ഷേ എനിക്ക് ചെയ്തത് നല്ല ഇഷ്ടമായി. ഐ ഷാഡോ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമായി. ഐ ഷാഡോ ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്. അപ്പോൾ കണ്ണ് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ നേരത്തെ കാണിച്ച ആ പെൻസിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് വാലിട്ട് കൊടുക്കുകയാണ്. മീൻസ് അവിടെ ഇങ്ങനെ റൗണ്ട് പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാലിട്ട് കൊടുത്തു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കാണുമ്പോൾ കണ്ണിനടി കിട്ടിയ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി എന്നാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഞാൻ ബ്ലഷ് ചെയ്യാണ്. ആക്ച്വലി ബ്ലഷ് ചെയ്തപ്പോൾ ഭയങ്കര കൂടിപ്പോയി. എന്താ പറയുക, ബ്ലഷ് ചെയ്യാൻ നേരത്തെ ഇത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പിങ്ക് കളർ നമ്മുടെ കണ്ണിൻ്റെ മുകളിലിടുമ്പോൾ അത്രയ്ക്ക് അങ്ങ് കാണിക്കുന്നില്ല. മേ ബി അവിടെ കുറച്ച് ഡാർക്ക് കളർ ഐലൈറ്റിൻ്റെ അവിടെ കുറച്ച് ഡാർക്കനാണല്ലോ ഇതുപോലെയുള്ള നമ്മുടെ ബ്രൗൺ സ്കിന്നുകാർക്ക്. അത് കാരണം കൊണ്ടാണ് ഇപ്പം എൻ്റെ അവിടെ ഉള്ള ജോലിക്ക് വന്ന ചേട്ടൻ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഉള്ളത്. എൻ്റെ ജോലിക്ക് വന്ന ചേട്ടൻ അപ്പോൾ ബ്ലഷ് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടു, നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലഷൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ചിരി വന്നു. പിന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ളത് ഈ LITൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്.
മൂക്ക് കോണ്ടൂർ ചെയ്യാനായിട്ടാണ് എടുത്തത്. എൻ്റെ കയ്യിൽ കോണ്ടൂറിങ് സംഭവങ്ങളൊന്നുമില്ല, മേടിച്ചിട്ടില്ല. അപ്പം എൻ്റെ മൂക്ക് കോണ്ടൂർ ചെയ്താലും വലിയ വൃത്തി ഉണ്ടാവില്ല, ഈ ഒരു ഉണ്ട മൂക്കായ കാരണം. ഞാൻ നമ്മുടെ ബ്രോബോൺ എടുത്തത് ഒരു മിനി സ്വെൽത്തെ ഒരു ന്യൂഡ് കളറുള്ള ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. വല്ലാണ്ട് അറിയൊന്നുമില്ല, എന്നാലും നല്ല രസമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ലൈനും അതുപോലെ തന്നെ ജോ ലൈനും ഞാൻ ഈ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ചെയ്തത്. ആക്ച്വലി മൂക്കിലും എന്താ പറയുക, മൂക്കിൻ്റെ അവിടെയും അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്തിരി എല്ലിന് ഇത്തിരി നീട്ടൊക്കെ കൂടുതലുള്ള കാരണം കൊണ്ട് വരഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയിൽ വരില്ല. അത് കാരണം കൊണ്ടാണ് ഞാനിത് മറ്റേത് ലിപ്സ്റ്റിക്ക് വെച്ച് ചെയ്തത് കേട്ടോ. വൈബേലത്തെ ഒരു ഷെയ്ഡാണ്, എനിക്ക് ഓർമ്മയില്ല ഷെയ്ഡ് ഏതാണ്. ഇത് ഞാൻ എൻ്റെ ഫേസിനൊരു ചെറിയൊരു ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത്ര അങ്ങനെ പെട്ടൊക്കെ കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ ആക്ച്വലി. പക്ഷെ അതൊരു ഓറഞ്ച് ടിൻ്റായി പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് അതേ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ലിപ്പ് ചെയ്യുകയാണ്. അപ്പം ആകെ റോസാണല്ലോ, അത് കാരണം കൊണ്ട് ന്യൂഡാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ചെറിയൊരു ഷിമറി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, മാത്രമല്ല ഇത് എൻ്റെ കളറിന് വാഷ് ഔട്ടായി പോവും. ഞാനൊരു ലിപ്പ് ലൈനറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പം ഇതും ഞാനിതുപോലെ ഒരു ലിപ്പ് ലൈനറല്ല, എൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഒരു കളറുള്ള ആ കളർ വെച്ചിട്ട് ഞാൻ ടോപ്പ് ചെയ്ത് വെറുതെ ഇങ്ങനെ ഒന്നൊരു എന്താ പറയുക ഡെഫിനേഷൻ കൊടുക്കാൻ മാത്രമാണ് ചെയ്തത്. ലിപ്സിൽ പിന്നെ വേറെ പരിപാടികളൊന്നും ചെയ്തില്ല, ഇങ്ങനെ വിട്ടു. എൻ്റെ എല്ലാം ഈ റെഡിഷ് കളറായ കാരണം കൊണ്ട് ആകെ ഒരുമാതിരിയായി. ലിപ്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇനി ഞാനൊരു പൊട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. പൊട്ട് നമുക്ക് ഈ എന്താ പറയുക റെഡ് കളർ പൊട്ട് വയ്ക്കാം. ഫുൾ റെഡ് തന്നെയാണ്, അപ്പോൾ റെഡ് കളർ പൊട്ട് വയ്ക്കാം. ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് പൊട്ടിടാൻ പോകുന്നത്. കണ്ണ് ഒരു എന്താ പോലെ ആ ഒരു ഡാർക്ക് കളറിൽ ഞാൻ കണ്ണ് കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് വിചാരിക്കും. ഒന്ന് ഡാർക്കനാക്കി വെച്ചത് ആകെ ഭയങ്കര റെഡ് കളറായിട്ട് എനിക്ക് തോന്നി ചെയ്ത് അവസാനമായപ്പോൾ. അപ്പം എൻ്റെ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം കോളായിട്ടുണ്ട്. ഫുൾ എൻ്റെ കയ്യിൽ പിങ്ക് റെഡ് പോലത്തെ കളറുകളാണുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ആകെ 2-3-5-6 ലിപ്സ്റ്റിക്ക് ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തത്. പിന്നെ അതൊരു ഫൺ കൊളാബ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പം ഓൾറെഡി അവൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അവളുടെ ചാനലിലും അവൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, കണ്ടിട്ട് പറയാം ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ഇതൊരിക്കലും ഇതുപോലെ കണ്ണിലും മൂട്ടിലൊന്നും വാരി തേക്കരുത്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ ഞാനിതൊരു ഫൺ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. കാരണം ഞാനിത് സ്പെഷ്യലി എടുത്ത് പറയാൻ കാരണം കുറേ കുഞ്ഞു കുട്ടികൾ വരെ എൻ്റെ ചാനൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു കുട്ടി എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട് എന്താ ചാനലിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുമെന്ന്. മിറാക്കിൾസ് വേൾഡ് എന്നാണ്, വേൾഡ് പിന്നെ ZZZ അങ്ങനെയാണ് അവളുടെ ചാനലിൻ്റെ പേര്. കുഞ്ഞു കുട്ടിയാണ്, കുറേ ആയി പറയുന്നത്. അപ്പോൾ ഞാനെപ്പോഴും വിട്ടുപോവാണ്. ഇപ്പോഴും ഞാൻ വീഡിയോൻ്റെ എൻഡിലാണ് അത് ഓർത്തത്. അപ്പോൾ ഞാൻ അവളുടെ ചാനലിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പറയണം നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടമായി, അതാണോ ഇഷ്ടമായി ഇതാണോ ഇഷ്ടമായി എന്നുള്ള കാര്യം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.